വിറ്റമിൻസിനെ നമ്മൾ എങ്ങനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം? 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിൾ ആയിരിക്കും. ഫാറ്റ് സോലുബിൾ, വാട്ടർ സോലുബിൾ. ഏതൊക്കെയാണ് ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ്? ഫാറ്റ് സോലുബിൾ വരുന്നത് അഡക്, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, ഇ, കെ. ഇതാണ് ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ്. വാട്ടർ സോലുബിൾ വരുന്നത് വിറ്റാമിൻ സി, അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വിറ്റമിൻസ്. ബി കോംപ്ലക്സിലാണ് കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മൾ വിറ്റമിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ വിറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ വേറൊരു പേരെന്താണ്? എന്താണ്? റെറ്റിനോൾ. റെറ്റിനോൾ. അതുപോലെ തന്നെ ബീറ്റ കരോട്ടീൻ. അതായത് പ്ലാന്റ്സിൽ ബീറ്റ കരോട്ടിൻ ഫോമിലായിരിക്കും വിറ്റമിൻ എ ഉണ്ടാവുക. അപ്പോൾ വിറ്റമിൻ എ ബീറ്റ കരോട്ടിനെ വേറൊരു രീതിയിലും അറിയപ്പെടും. പ്രോ വിറ്റമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് ആണ് ബീറ്റ കരോട്ടിൻ. ഓക്കെ, ബീറ്റ കരോട്ടിൻ്റെ കാര്യം ആരും പറഞ്ഞില്ലല്ലോ. പ്രോ വിറ്റമിൻ എ എന്ന് അറിയപ്പെടുന്ന പിഗ്മെൻ്റ് ആണ് ബീറ്റ കരോട്ടിൻ. റെറ്റിനോൾ എന്ന് പറഞ്ഞ ഫോം സാധാരണയായിട്ട് അനിമൽസിലാണ് കാണുക. ബീറ്റ കരോട്ടിൻ പ്ലാന്റ്സിലായിരിക്കും കാണുക. വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? ഡിസീസസ് ഏതൊക്കെ ഡിസീസാണ്? കോമൺ ആയിട്ട് നമ്മളെപ്പോഴും പറയും നൈറ്റ് ബ്ലൈൻഡ്നെസ് പറയും. അതുപോലെ തന്നെ സിറോഫ്താൽമിയ ഉണ്ട്. പിന്നെയോ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐയിലെ കോർണിയ, കൺജങ്ക്റ്റീവ ഇതൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷനാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ ക്യാൻ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്. രണ്ടും ഒന്നാണെന്നല്ല, പക്ഷേ സിറോഫ്താൽമിയ കൂടിക്കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആയിട്ട് അത് മാറാം. അപ്പോൾ സിറോഫ്താൽമിയ ഒരിതാണ്. അതുപോലെ തന്നെ മറ്റൊരിതാണ് ബിറ്റോഡ് സ്പോട്ട്. ഫെമിലിയർ ആണോ? ബിറ്റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർണിയയിൽ ഈ കെരാറ്റിൻ പ്രോട്ടീൻ ചെറിയ ഇതായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അതാണ് ബിറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും വിറ്റാമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ക്ലിയർ ആണല്ലോ? വിറ്റാമിൻ എ തന്നെ ആൻറ്റി ഇൻഫെക്റ്റീവ് വിറ്റമിൻ എന്നും അറിയുന്നു. ആൻറ്റി ഇൻഫെക്റ്റീവ് വിറ്റമിൻ എന്നും വിറ്റമിൻ എ അറിയുന്നുണ്ട്. ഇനി വിറ്റമിൻ എയുടെ സോഴ്സസ് ഏതൊക്കെയാണ്? മെയിൻലി നമുക്കറിയാം ഗ്രീൻ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, ചീരയൊക്കെ, അമരാന്തസ്, അതുപോലെ തന്നെ ലീഫി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിലും ഉണ്ടാവും. പിന്നെ മിൽക്കിലുണ്ട്, ഫിഷിലുണ്ട്, മീറ്റിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ വിറ്റമിൻസിൻ്റെ ഈ സിലബസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതർ നെയിംസ് പഠിക്കുക, ഏതൊക്കെ ഇതിൽ കാണുന്നു, സോഴ്സസ് ജസ്റ്റ് അറിയാം, ഡെഫിഷ്യൻസി ഡിസീസസ് അറിയാം. അതാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് വിറ്റാമിൻ എയെ പറ്റുള്ളത്. ഇനി നമുക്ക് വിറ്റാമിൻ ഡി. നെക്സ്റ്റ് വിറ്റമിനാണ് വിറ്റാമിൻ ഡി.